ഹലോ മക്കളെ, എൻ്റെ പേര് ആൽഫിൻ. ഞാനിവിടെ ESIC മെഡിക്കൽ കോളേജ് ഹൈദരാബാദിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു വർഷത്തെ നിങ്ങളുടെ ഫുൾ പ്രിപ്പറേഷനും ഒരു അവസാനത്തിലേക്ക് എത്തുമല്ലേ. നിങ്ങൾ സൺഡേ പോയി എക്സാം എഴുതുന്നു. അത് കഴിയുമ്പോൾ ഓക്കെ, നിങ്ങളുടെ ഇപ്പോൾ ഉള്ളിലുള്ള ആ ഒരു ടെൻഷനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒരു എൻഡിലേക്ക് വരിക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ നല്ലപോലെ ടെൻഷൻ, അവസാനത്തെ 1 വീക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരുപാട് ടെൻഷനും ഒരുപാട് സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ഇപ്പൊ പോകുന്ന ഒരു ടൈമാണ്. എനിക്കതറിയാം. ലാസ്റ്റ് ഇയർ ഞാനും അത് ഫേസ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒന്നുമില്ല. നിങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇനി എക്സാമിന്റെ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഓർമ്മ വരുന്നില്ല, അയ്യോ ഇത് എവിടെയാ കിടക്കുന്നത്, അല്ലെങ്കിൽ ഇത് അവിടെ കിടക്കുന്നു, അയ്യോ അങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ അതെല്ലാം താനേ വന്നു. കാരണം ഞാനും ഇതേപോലെ എക്സാമിന് 2 ദിവസം മുമ്പ് അയ്യോ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോയി, അങ്ങനെയൊക്കെ വെച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ പഠിച്ച കാര്യം ഒരിക്കലും നിങ്ങൾ മറന്നു പോകത്തില്ല. നിങ്ങളുടെ അവിടെ തന്നെ. ഇനി നിങ്ങൾക്ക് എല്ലാം ഒന്നും പഠിക്കാനോ അല്ലെങ്കിൽ എല്ലാം ഒന്നേതിന് വായിക്കാനുള്ള സമയമൊന്നുമല്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ബയോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് ചില ചാപ്റ്റേഴ്സ് മറന്നു പോകുന്ന അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സ് ഒക്കെ ജസ്റ്റ് എടുക്കുക, ചെറുപറാന്ന് ഒന്ന് മറിച്ച് നോക്കുക. ഫുള്ള് വായിക്കാനൊന്നും സമയമില്ല എന്തായാലും. അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത്. ടെക്സ്റ്റിന്റെ സൈഡിൽ നോട്ട് ഉണ്ടാക്കുന്നവർ, ഞാൻ ടെക്സ്റ്റിന്റെ സൈഡിൽ നോട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ടെക്സ്റ്റിന്റെ അധികം ചെറിയ ചെറിയ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് വായിക്കാം. അല്ലാതെ ഇനിയിപ്പോ ടെക്സ്റ്റ് ഫുള്ള് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ കഴിഞ്ഞ വർഷത്തെ ബയോളജി റിഗ്രറ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന പ്ലാൻ ഗ്രോത്ത് ആയിരുന്നു. കാരണം അതിൽ നിന്ന് അത്യാവശ്യം മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്, ക്വസ്റ്റ്യൻ അത്യാവശ്യം വരികയും ചെയ്യും. അപ്പൊ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയി. പക്ഷേ നെഗറ്റീവ് കുറവായിരുന്നു, എന്നാലും ആ ഒരു ചാപ്റ്റർ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, എക്സാമിന്റെ അന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അതില് കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷെ എനിക്ക് എന്തായാലും തെറ്റിപ്പോയിരുന്നില്ല. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എഴുതി, അത് തന്നെ ശരിയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഫിസിക്സിൽ എന്തായാലും നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്തൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. മാക്സിമം എന്ത് ചെയ്യുക, ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ തീരെ നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ്, അതായത് ഞാനൊക്കെ പണ്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ അതിന്റെ അകത്ത് എഴുതി വെക്കും, വേറൊരു നോട്ട്ബുക്കിൽ അത് എഴുതി വെക്കും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിർത്തി റിവൈസ് ചെയ്യാം. അതേപോലെ തന്നെ കെമിസ്ട്രിക്ക് അകത്ത് അറിയാലോ, ഓർഗാനിക്കിന് കുറച്ചും കൂടെ ഒക്കെ വെയിറ്റേജ് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് ഈ ഇയർ. അപ്പോൾ ഓർഗാനിക്കിലെ റിയാക്ഷൻസ്, അതായത് നെയിം റിയാക്ഷൻസ് എല്ലാം ഫസ്റ്റ് കവർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അല്ലാത്ത റിയാക്ഷൻസ്, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഇക്വേഷൻസ്, ഇതൊക്കെ ജസ്റ്റ് എന്താ പറയാ, എല്ലാം ഇനി റിവിഷൻ. 2 days ഉണ്ട്. നിങ്ങൾക്ക് ഇക്വേഷൻസ് എല്ലാം നോക്കാം. ഓക്കെ, ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്, ഇന്ന വാല്യൂസ് ഉണ്ട് എന്ന് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ചിലപ്പോൾ പറയും, ഓക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇനി എഴുതാൻ പറ്റത്തില്ല, ഞാൻ പഠിച്ച സാധനങ്ങളെല്ലാം മറന്നുപോയി. മനസ്സ് പറയുന്നത് വിശ്വസിക്കില്ല. ജോർജ് സാർ ഞങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് മനസ്സ് നിങ്ങളെ പറ്റിക്കാൻ നോക്കും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ചില്ല എന്ന് നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും. അത് അങ്ങനെയല്ല, നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് സാറ് പറഞ്ഞ ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും എക്സാം എഴുതാൻ പോയത്. തലേന്ന് വരെയുള്ള എക്സാം ഞാൻ എഴുതി. അതായത് ഇന്നിപ്പോ എക്സാം ആണെങ്കിൽ ഇന്നലെ വരെയുള്ള ബ്രില്ലിന് നടത്തുന്ന എല്ലാ മോക്ക് ടെസ്റ്റും എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങളും ഇതൊക്കെ നിങ്ങളെല്ലാം ഫുള്ളി പാക്ഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഒരുപാടായിട്ട് എന്താ പറയാ കവർ ചെയ്യാൻ ഒന്നുമില്ല. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. സോ ഇനി ഒരു സ്ട്രെസ് ഇല്ലാതെ ചില്ലായിട്ട് ഒരു സ്ലോ പേസിൽ പോയാൽ മതി. നല്ലപോലെ ഉറങ്ങണം. കാരണം എക്സാമിന്റെ തലേ ദിവസം ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നല്ലപോലെ ഉറങ്ങിക്കും. നല്ലപോലെ ഉറങ്ങിയാലേ ബ്രെയിനിന് റെസ്റ്റ് എടുത്തു. ബ്രെയിനിന് റെസ്റ്റ് കിട്ടിയാലേ അത്യാവശ്യം ഗ്ലൂക്കോസ് ഒക്കെ റൺ ചെയ്ത് എത്തിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ എക്സാമിന് വല്ലതും ഓർത്തെടുക്കണമെങ്കിൽ ബ്രെയിൻ വിചാരിക്കണം. അല്ലെങ്കിൽ അവിടെ ചെന്നിരിക്കുമ്പോൾ പറയും, എനിക്ക് വേറെ പണിയുണ്ട്, എന്നെ ഇന്നലെ ഉറക്കാൻ സമ്മതിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ആള് പണങ്ങിയിരിക്കും. അതുകൊണ്ട് എന്തായാലും തലേ ദിവസം 6-7 മണിക്കൂർ നല്ലപോലെ ഉറങ്ങണം. ബ്രെയിനിന് റെസ്റ്റ് വേണം. രണ്ടാമത്തെ കാര്യം, ഫുഡ്. നല്ല ഫുഡ് കഴിക്കണം. അതായത് ഒരുപാട് നോൺ വെജ് ഫുഡോ അങ്ങനെയൊന്നും വേണ്ട. വയറിന് പിടിക്കുന്ന വിധത്തിൽ, അതായത് വയറിന് മോശമാകാത്ത നല്ല ഫുഡുകൾ കഴിക്കുക. എക്സാം എഴുതാൻ പോകുമ്പോഴും രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോകണം. സോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എന്തായാലും നിങ്ങൾക്ക് പഠിക്കാത്തതിന്റെ പുറത്തൊന്നും ഒരു ക്വസ്റ്റ്യനും വരത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെ പോയാൽ മതി. എക്സാം എന്തായാലും എളുപ്പമായിരിക്കും. നിങ്ങൾ പഠിച്ചതേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഈ കൊല്ലം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നിങ്ങൾ എന്തായാലും പൊളിയാണ്. പഠിച്ച സാധനങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയിട്ട് വാ. നെഗറ്റീവ് മിസ്റ്റേക്സ് ഒരിക്കലും നെഗറ്റീവ് വരുത്താതിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് അപ്പോഴത്തേക്ക് വിടുക. കാരണം അപ്പോഴത്തെ സമയത്ത് ഓർമ്മ വരാത്തേക്ക് ഒരു റൗണ്ട് കഴിഞ്ഞെല്ലാം ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ളതെല്ലാം ചെയ്യട്ടെ. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഓർമ്മ വരും. അല്ലാതെ എനിക്കിപ്പോ ചെയ്ത് പോകണമെന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് കുത്തിയൊന്നും പോകല്ലോ കേട്ടോ. പിന്നെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റ് ഇപ്പൊ ബയോളജിയിലെ ഫസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയും മാർക്ക് ചെയ്ത് പോവാളൂ. തെറ്റിക്കരുത് കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധ വേണം.
എക്സാമിന് എപ്പോഴും കറക്റ്റ് നമ്പർ നോക്കി മാർക്ക് ചെയ്ത് പോകും. അല്ലാതെ ജസ്റ്റ് ഓക്കെ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാൻ തുടങ്ങി ചുമ്മാ ഇട്ട് പോകുമ്പോൾ ചിലപ്പോൾ പിന്നീടായിരിക്കും ഇടയ്ക്ക് വെച്ച് ഒരു നമ്പർ മാറിപ്പോകുന്നത്. ഇത് രണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഇത് രണ്ട് ശ്രദ്ധിച്ചാൽ പിന്നെ നിങ്ങൾ ബാക്കി നിങ്ങളുടെ മനസ്സിൽ വന്നോളൂ. ബാക്കി നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ വരത്തുള്ളൂ. ബ്രില്യന്റിന് ചോദിച്ച ക്വസ്റ്റ്യന്റെ അകത്തൊന്നും പുറത്തൊന്നും എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. സോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പഠിച്ച സാധനങ്ങളെ ചോദിക്കത്തുള്ളൂ. ചില്ലായിട്ട് പോയി എഴുതിയിട്ട് അത്യാവശ്യം സ്ലോ പേസ് സ്റ്റഡി മതി. അല്ലാതെ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുത്തുള്ള സ്റ്റഡി ഒന്നും ഈ 2 ദിവസം ആവശ്യമില്ല. ചില്ലായിട്ട് പഠിക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, എക്സാം പോയി അടിപൊളിയായിട്ട് നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കിടിലൻ മെഡിക്കൽ കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കെമിസ്ട്രിയിൽ വളരെ മനോഹരമായ വാക്കുകളുണ്ടല്ലോ, ഇഫ് യു നീഡ് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ഫോർ യു ടു അച്ചീവ് ഇറ്റ്. സോ ഇറ്റ്സ് അതൊരു നല്ലൊരു വാചകമാണ്. സോ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പൊ എന്റെ ഈ മെഡിക്കൽ കോളേജിലും ബ്രില്യന്റിലെ പിള്ളേർ തന്നെ ആയിരിക്കും ജൂനിയേഴ്സ് ആയിട്ട് വരാൻ പോകുന്നത് 2024 ബാച്ചിൽ. അപ്പൊ എല്ലാവരും ഇവിടെ വരുമ്പോഴും കാണാം. അപ്പൊ ഇനി ഏതെങ്കിലും വീഡിയോയിലൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കാണാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അടിച്ചു പൊളിച്ച് എഴുതിയിട്ട് വാ. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.